പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഞങ്ങൾ ചീര നട്ടിരുന്നത് കേട്ടോ. ഇത് ഏകദേശമൊക്കെ ആയേ. ചീര എന്ന് വെച്ചാൽ മുറിച്ച് അതിൻ്റെ ഒരുപാടൊന്നും നിൽക്കുന്നുണ്ടോ. ബാക്കി ഇനിയും ഉണ്ട്. ഇന്നിപ്പോൾ ഒരു 10-15 കൂടി കൊടുക്കണം. അപ്പോഴത്തേക്കൊക്കെ ഏകദേശം ആവും. പക്ഷേ ഇത് പുതിയ തൈയാണ് കേട്ടോ. പുതിയ തൈ പിരിച്ച് നട്ടിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് തിങ്ങി നിന്ന് എല്ലാം പിരിച്ച് കിട്ടും. ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അധികമായിട്ട് വിത്ത് വിതച്ചിട്ട് മാക്സിമം ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയെല്ലാം അങ്ങ് പിരിച്ച് മാറ്റും കേട്ടോ. അതൊരു ബെറ്റർ ഐഡിയ ആയിട്ടാണ് ഞങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇലപ്പുള്ളി വരാതിരിക്കാൻ വേണ്ടി പച്ചയും ചുവപ്പും ഇടകലർത്തിയാണ് ഇടുന്നത്. വളം ഇടാറില്ല. ചാണകം തന്നെയാണ് കലക്കി ഒഴിക്കുന്നത്. ചാണകം കലക്കി ചാണകത്തെളി ഒഴിക്കും. ഇത് നമ്മൾ വിത്തിന് വേണ്ടി നിർത്തിയേക്കുന്നതിനുണ്ട്. മരം പോലെ കയറി പോകുന്നുണ്ട്. ഇത് നല്ലതാണ്. കാരണം ശരിക്കും പിന്നെ കവരം പൊട്ടിയിട്ട് ഒത്തിരി ആയിട്ട് വരും. ഒരു ചെറിയ തൈയൊക്കെ എടുത്താൽ തന്നെ നമുക്കൊരു 200 ഗ്രാമൊക്കെ കാണും മുറിക്കുന്ന സമയത്ത് കേട്ടോ. ഫസ്റ്റിൽ അങ്ങനെയൊക്കെ മുറിച്ചെടുക്കുക. ഇതൊരു 3-4 ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ വെട്ടി ഏകദേശം കഴിഞ്ഞ 2-3 ട്രിപ്പ് കഴിഞ്ഞതാണ്. പക്ഷേ ഇതൊക്കെ തൈ പാവിയിരിക്കും. തൈ പിരിച്ച് നട്ടതാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് പിരിച്ച് നട്ട തൈകളാണ്. അതുകൊണ്ട് അതുമല്ല, ഇതാണ് എൻ്റെ കോവൽ പന്തൽ കേട്ടോ. കോവൽ പന്തൽ ഏക്കർ കണക്കിനൊന്നുമില്ല. ഒരു 12 മൂടേ ഉള്ളൂ. 12 മൂന്ന് ഇത് 2 സൈസ് കോവലുണ്ട് കേട്ടോ. പച്ച ചെറിയ നീളത്തിലുള്ള സാധാരണ കോവലും പിന്നെ ഇച്ചിരി ലൈറ്റ് പച്ച, ഇത്തിരി വൈറ്റ് കളർ കലർന്ന കോവലും ഉണ്ട് കേട്ടോ. അത് ഇത്തിരി വലിയ കായാണേ. അത് കുറച്ചൊക്കെ വെച്ചാലും പെട്ടെന്നൊരു 10-15 എണ്ണമൊക്കെ വെച്ചാലും 1 കിലോ ആവും. അങ്ങനത്തെ കോവയ്ക്ക് നല്ല വലിപ്പവും ഉണ്ട് നീളവും ഉണ്ട്. ആണ്ടേ. പക്ഷേ ഞങ്ങൾ പന്തലിട്ടേക്കുന്നത് കണ്ട വളരെ ചിലവ് കുറഞ്ഞ പന്തലാണ്. ഇവിടെ മുളയുണ്ട് ഇഷ്ടംപോലെ. ഞങ്ങളെ പെരടത്തിൽ തന്നെ ഉണ്ട്. ആ മുള വെട്ടിയിട്ടാണ് തൂണ് കെട്ടുന്നത്. എന്നിട്ട് മേളിൽ 2-3 കമ്പും കൂടെ കുറുക്കിനിട്ടേം വെച്ച് അവർക്ക് പടരാൻ വേണ്ടി ഞാൻ ഓലയാണ് കുത്തി കൊടുത്തത്. പക്ഷേ എൻ്റെ ഒരഭിപ്രായം പറഞ്ഞാൽ ഓല കുത്തുന്നത് അത്ര നല്ലതല്ല. കാരണം ഇവർ സ്ട്രെയിറ്റ് കയറി മേളിൽ പന്തലിൽ പോവാതെ 4 വശവും പടന്നു പോകും. അപ്പോൾ തന്നെ പൂക്കാനും കായ്ക്കാനും എല്ലാം താമസം വരും. ഇവർ ഒരേ ഇതിൽ മേളിൽ കയറി പെട്ടെന്ന് തന്നെ പടരുന്നതാണ് പെട്ടെന്ന് പൂ പിടിക്കാനും കായ്ക്കാനും നല്ലത്. പിന്നെ പന്തലിൻ്റെ പണി എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്ത ഉഡായിപ്പ് പണിയാണ് ഈ പയറൊക്കെ ഇതിൻ്റെ അടിയിൽ നട്ടേക്കണത് കേട്ടോ. നല്ല ഈ പയറുണ്ട്, പിന്നെ നിത്യവഴുതനയുണ്ട്. പക്ഷേ ഇതിൻ്റെ ചോട്ടിൽ തന്നെ വെള്ളരി പടരുന്നുണ്ട് കണ്ട്. ചെറിയ വെള്ളരിയാണേ. കണിവെള്ളരി എന്ന് പറഞ്ഞും കൊണ്ട് മേടിച്ചിട്ടതാണ്. പക്ഷേ കണിവെള്ളരി അല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും കായൊക്കെ പിടിച്ച് തുടങ്ങി. അതും ഇതിൻ്റെ നിന്നൊരു എക്സ്ട്രാ ആദായം. കാരണം കോവൽ ഒത്തിരി നാൾ നിന്ന് നമുക്ക് വിളവ് തരുന്ന സാധനമാണ്. പക്ഷേ ഈ വെള്ളരിയൊന്നും അങ്ങനെ അല്ലല്ലേ. വെള്ളരിയൊക്കെ പെട്ടെന്ന് ഒരു വട്ടം കിട്ടി അങ്ങ് പോകുമല്ലോ. എൻ്റെ അതിൻ്റെ അടിയിൽ നിത്യവഴുതനയുണ്ട്. പിന്നെ അതുപോലെ കോവൽ കാ പിടിച്ച് തുടങ്ങി. അതാണ് ഇത്രയും വലിയ കോവലങ്ങ് പടന്ന് കയറിയിട്ടും പിടിച്ചത് ഈ ചെറുത് തറയിൽ പടന്ന് കിടന്ന് ചെയ്ത് കേട്ടോ. ഞാൻ ഒരു വള്ളി അത് പിടിച്ചപ്പോൾ അതിൽ നിറച്ച് കായുണ്ട്. പക്ഷേ നമ്മൾ ഈ പടന്ന് ഇത്രയും കഷ്ടപ്പെട്ട് പടത്തി മേലോട്ടാക്കിയതിൽ ഇതേവരെ പൂടിക്കാൻ തുടങ്ങണേ ഉള്ളൂ. അങ്ങോട്ട് ആലോചിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആകാശത്തോട്ട് നോക്കിയാണ് ഇതിനൊത്തിരി കൊണ്ട് നിറച്ച് കാ പിടിച്ചു വിട്ടേ. കോവലിന് ആളേ ഉള്ളൂ. 10 പൈസ അവർക്കാൻ തരൂല്ല, സമ്മതിക്കൂല ഇതൊക്കെ കേട്ടോ. ഇത് നിത്യവഴുതനയുടെ തൈയാണ്. ഇത് അതിലോട്ട് പടത്തി വിടുന്നുണ്ട്. അതുപോലെ ഇത് പയറാണ്. പല സൈസ് പയറുണ്ട്. മേടിച്ച വിത്തി നല്ല 2-3 ഇട്ടിട്ടുണ്ട്. ഏത് കിട്ടും ഏത് കിളിക്കുന്നൊന്നും അറിയാൻ പാടില്ലല്ലേ. അതുപോലെ ഈ അരുവിലെല്ലാം വെണ്ടയാണ് നട്ടേക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ കൃഷി എങ്ങനെയാണെന്ന്. ഉഡായിപ്പ് കൃഷി. എല്ലാം ഇത്തിരി കൊണ്ടുവന്ന് ഒന്നിച്ച് അവിടെ ഇവിടെയൊക്കെ അങ്ങ് ഇട്ടേക്കാണ് കേട്ടോ. അതെ, കോവലെല്ലാം മേളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ കോവയ്ക്കൊക്കെ വിറ്റ് പോവാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇച്ചിരി അധികമായിട്ട് ഇട്ടത്. ഈ കോവൽ എപ്പോഴും ഉണ്ട് ഫ്രണ്ടിൽ, വീടിൻ്റെ ഫ്രണ്ടിൽ 2-3 കൂടെ നിൽപ്പുണ്ട്. അതിൽ പക്ഷേ തികയത്തില്ല. എപ്പോഴും കോവയ്ക്കോട് നമ്മൾ തൂക്കിയല്ല ഞാൻ കൊടുക്കുന്നത്. 20 രൂപ 30 രൂപ പരുവത്തിന് തൂക്കി തന്നെയാണ്. പക്ഷേ കൊടുക്കുമ്പോൾ 20 രൂപയ്ക്ക് തരുമോ 30 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ കടകളിലെ കൊണ്ടുവന്ന് തൂക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇട്ടത് കേട്ടോ. ഇതൊക്കെ ഒത്തിരി നാൾ നിൽക്കുമല്ലോ. അപ്പോൾ അഥവാ എന്തെങ്കിലും നമുക്ക് തൂണിനോ കമ്പിനോ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇടയ്ക്കൊരു തൂണ് കൊടുത്തു കഴിഞ്ഞാൽ ബലം കിട്ടും. എന്നിട്ട് ചീത്തയായി പോകണതങ്ങ് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ വലിയ ചിലവൊന്നും ആവത്തില്ല. കൃഷിയിൽ ചിലവ് അധികം ആക്കരുത്. അതുകൊണ്ട് ഉപയോഗമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇതൊരു ചാലാണേ. ഈ ചാലിൻ്റെ അക്കരയും വെച്ചിട്ടുണ്ട് കോവൽ. അവിടെ ഒരു 3 മൂട് കോവലുണ്ട്. അതിനെയും കൂടെ ഈ പന്തലിലോട്ട് യോജിപ്പിച്ച് കയറ്റിയിട്ടുണ്ട്. ഇതെല്ലാം പടർന്ന് പൂക്കണേയും കായ്ക്കണേയും പരുവമായി നിൽക്കുകയാണ്. ഇവർക്കും ചാണകത്തെളിയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ചാണകപ്പൊടി കൊണ്ടിട്ടേം വെച്ച് നല്ലോണം മണ്ണ് കയറ്റി കൊടുക്കും. ബാക്കി ചാണകപ്പൊടി പാൽ ഇടയ്ക്കിടയ്ക്ക് ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെ,
വെള്ളരി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ചുവട്ടിലും ഉണ്ട്. ഇതാ കാ പിടിച്ചുണ്ടോ, കാ പിടിച്ച്. ഇതുപോലെ മിക്കതിലും കായുണ്ട് കേട്ടോ. പക്ഷേ കുറേ വെള്ളരിയെല്ലാം എനിക്കങ്ങ് വാടിപ്പോയായിരുന്നു. അതിൻ്റെ കാരണം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ വന്നപ്പം ചെയ്തതെന്ന് വെച്ചാൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചാമ്പൽ കലക്കിയിട്ട് കൊണ്ടൊഴിച്ചപ്പോഴാണ് എനിക്ക് അസുഖം മാറി കിട്ടിയത് കേട്ടോ. അതൊരു മരുന്നും കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബെസ്റ്റ് വളം എന്നതിനേക്കാളും നല്ലൊരു വളവും കൂടിയാണ്, നല്ലൊരു മരുന്നും കൂടിയാണ് പച്ചക്കറിയൊക്കെ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചാമ്പൽ, നല്ല ചാമ്പലും ചേർത്ത് നല്ലോണം കലക്കിയിട്ട് ഞെവിട്ടി കലക്കിയിട്ട് കൊണ്ടുവന്ന് ഇലയിലോ മൂട്ടിലോ എവിടെ വേണോ ഒഴിച്ചു കൊടുക്കുക. ഒരു കുഴപ്പവും വരില്ല കേട്ടോ. ഇച്ചിരി നേർപ്പിക്കണം, അതേപടി കൊണ്ട് ഒഴിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ ചോറിൻ്റെ അംശമൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ ഉറുമ്പൊന്നും പെട്ടെന്ന് വരാതിരിക്കും കേട്ടോ. ഉറുമ്പ് ഇതിന് മൊത്തത്തിൽ ഒരു ശല്യമാണ് എല്ലാത്തിനേ. പക്ഷേ ഇവിടെ അങ്ങനെ ഉറുമ്പ് വരുന്നില്ല, എന്താണോ എന്തോ. വണ്ടൊക്കെ ഉണ്ട് ഈ കോവൽ, ബാക്കിയുള്ള വിളകളുള്ളത് കൊണ്ടായിരിക്കും കോവലിനെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യാത്തത്. ഈ വെള്ളരിയൊക്കെ ആദ്യമേ മൊത്തം വണ്ട് കടിച്ചായിരുന്നു. ഞാൻ അപ്പോഴേ കഞ്ഞിവെള്ളം കൊണ്ട് പുകയില കഷായം വീത്തിയിട്ട് പുകയില കഷായം ഒഴിച്ചപ്പോഴത്തേക്ക് സ്പ്രേ ചെയ്തപ്പോഴത്തേക്കാണ് വണ്ടിൻ്റെ ശല്യം ഒന്ന് കുറഞ്ഞത്. ഇപ്പം വരുന്ന ഇലകളിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാസകീടനാശിനിയൊക്കെ അടിച്ചാൽ ചിലപ്പം പോകുമായിരിക്കും. അതിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ എൻ്റെ കോവൽ കൃഷി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു വീട്ടിൽ ഒരു മൂട് കോവലുണ്ടെങ്കിലേ നമ്മളെ കോവയ്ക്ക് എന്നും നമ്മൾ ആവശ്യത്തിന് പിച്ചി പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു.